ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഗോൾഡൻ റൂൾസ് ഓഫ് അക്കൗണ്ടിംഗ് ആണ്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പലതരത്തിലുള്ള അക്കൗണ്ടുകൾ പരിചയപ്പെട്ടിരുന്നു. ഏതൊക്കെയായിരുന്നു ആ അക്കൗണ്ടുകൾ? റിയൽ അക്കൗണ്ട്, നോമിനൽ അക്കൗണ്ട് ആൻഡ് പേഴ്സണൽ അക്കൗണ്ട്. ഈ അക്കൗണ്ടുകളിൽ എന്താണ് പ്രത്യേകതയെന്നും ഏതൊക്കെ ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ ഏതൊക്കെ അക്കൗണ്ടുകളാണ് ഈ റിയൽ അക്കൗണ്ടെന്നും നോമിനൽ അക്കൗണ്ടുകളെന്നും പേഴ്സണൽ അക്കൗണ്ടെന്നും നമ്മൾ നോക്കിയായിരുന്നു. അതുപോലെ തന്നെ ഈ റിയൽ, പേഴ്സണൽ ആൻഡ് നോമിനൽ അക്കൗണ്ടുകളിലേക്ക് പോസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ അക്കൗണ്ടിങ്ങിൻ്റെ പ്രധാനപ്പെട്ട റൂൾസ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത് അക്കൗണ്ടിങ് റൂൾസിനെ കുറിച്ചാണ്. പൊതുവേ ഈ റൂൾസ് അറിയപ്പെടുന്നത് ഗോൾഡൻ റൂൾസ് ഓഫ് അക്കൗണ്ടിങ് എന്നാണ്. എന്താണ് ഗോൾഡൻ റൂൾസ് ഓഫ് അക്കൗണ്ടിങ്? നമുക്ക് അക്കൗണ്ടിങ് എന്താണെന്നറിയാം. അപ്പോൾ എങ്ങനെയാണ് ഈ റൂൾസ് അക്കൗണ്ടിങ്ങിൽ വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് ഈ ഒരു സ്ലൈഡിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. അപ്പോൾ എന്താണ് ഗോൾഡൻ റൂൾസ് ഓഫ് അക്കൗണ്ടിങ് എന്ന് നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോകാം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് അക്കൗണ്ടിങ് എന്താണെന്ന് നോക്കാം അല്ലേ. അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻസിൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഡെഫിനേഷനാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. എന്താണ് ഡെഫിനിഷൻ? Accounting is the art of recording, classifying and summarizing in a significant manner and in terms of money transactions and events which are in part at least of financial character and interpreting the results of. എന്താണ് ഇതിനർത്ഥം? അക്കൗണ്ടിങ് എന്താണെന്നാണ് ഈ ഡെഫിനിഷനിൽ AICPA, അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻസ് പറയുന്നത്. അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഒരു ആർട്ടാണെന്നാണ് പറയുന്നത്. എന്താണ് അക്കൗണ്ടിങ് പ്രോസസ്സിനെ അവർ ആർട്ടായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ആർട്ടെന്ന് പറയാനായിട്ട് കാരണം ട്രാൻസാക്ഷൻസിനെ റെക്കോർഡ് ചെയ്യുകയും ക്ലാസിഫൈ ചെയ്യുകയും സമ്മറൈസ് ചെയ്യുകയും ചെയ്യുന്നു. എങ്ങനെ? ഒരു സിസ്റ്റമാറ്റിക്കുള്ള അല്ലെങ്കിൽ സിഗ്നിഫിക്കൻറ്റ് മാനറിൽ ട്രാൻസാക്ഷൻസിനെ റെക്കോർഡ് ചെയ്യുകയും ക്ലാസിഫൈ ചെയ്യുകയും സമ്മറൈസ് ചെയ്യുകയും ചെയ്യുന്ന ഒരു ആർട്ടാണ് അക്കൗണ്ടിങ് എന്നാണ് AICPA പറയുന്നത്. എന്നാൽ എല്ലാ ട്രാൻസാക്ഷൻസും നമുക്ക് റെക്കോർഡ് ചെയ്യാൻ സാധിക്കുമോ? ഇല്ല. എങ്ങനെയുള്ള ട്രാൻസാക്ഷൻസ്? മണി എന്ന മാധ്യമത്തിലൂടെ നമുക്ക് അളക്കാൻ കഴിയുന്ന ട്രാൻസാക്ഷൻസ് മാത്രമാണ് നമ്മൾ അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ ഇൻ്റർപ്രറ്റിംഗ് ദി റിസൾട്ട്സ്. ആരോട്? ആർക്കൊക്കെ? ഷെയർ ഹോൾഡേഴ്സ്, ഓണേഴ്സ്, സ്റ്റേക്ക് ഹോൾഡേഴ്സ്, എംപ്ലോയീസ്, ഗവൺമെൻറ്, ഇവർക്കെല്ലാവർക്കും റിസൾട്ട്സ് അല്ലെങ്കിൽ നമ്മുടെ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് എ ബിസിനസ് അറിയുന്നതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ മൂവ് ഓൺ ചെയ്യുകയാണ്. നെക്സ്റ്റ് വൺ ഇസ് ഗോൾഡൻ റൂൾസ് ഓഫ് അക്കൗണ്ടിങ്. എന്താണ് ഗോൾഡൻ റൂൾസ് ഓഫ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്? ദി ഗോൾഡൻ റൂൾസ് ഓഫ് അക്കൗണ്ടിങ് ആർ 3 അക്കൗണ്ടിങ് പ്രിൻസിപ്പൽസ് ദാറ്റ് ഗവേൺ ഹൗ ടു റെക്കോർഡ് ട്രാൻസാക്ഷൻസ് ഇൻ എ ബിസിനസ് ജനറൽ ലെഡ്ജർ. ലെഡ്ജർ അക്കൗണ്ട് ഉണ്ട്, ജേണൽ അക്കൗണ്ട് ഉണ്ട്, അതൊക്കെ നമ്മൾ പഠിച്ചതാണ്. ജേണൽ അക്കൗണ്ടിലേക്ക് എങ്ങനെ അല്ലെങ്കിൽ ലെഡ്ജർ അക്കൗണ്ടിലേക്ക് നമ്മൾ എങ്ങനെ ഈ ട്രാൻസാക്ഷൻസ് പോസ്റ്റ് ചെയ്യും? അതിന് ഒരു സെറ്റ് ഓഫ് റൂൾസ് ഉണ്ട്. ഇവിടെ എത്ര റൂൾസ് ആണുള്ളത്? 3 റൂൾസ് ആണുള്ളത്. റൂൾസ് എന്ന് പറയുന്നത് എന്താണ്? സം കൈൻഡ് ഓഫ് ഡൂസ്, അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ, അതിനൊരു ഓൾട്ടർനേറ്റീവ് ഉണ്ടാവില്ല. റൂൾസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇറ്റ് മസ്റ്റ് ബി സിസ്റ്റമാറ്റിക് വേ ഇല്ല നമ്മൾ ചെയ്തിരിക്കണം. അതിനെയാണ് റൂൾസ് എന്ന് പറയുന്നത്. പ്രധാനമായും 3 റൂളുകളാണ് അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. എന്താണ് ആ റൂൾസ്? ഒന്ന്, ഡെബിറ്റ് ദ റിസീവർ, credit the giver. Debit what comes in, credit what goes out. Debit all expenses and losses, credit all incomes and gains. അപ്പോൾ ഇതാണ് നമ്മുടെ അക്കൗണ്ടിങ് ഗോൾഡൻ റൂൾസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഗോൾഡൻ റൂൾസ് ഓഫ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 3 അക്കൗണ്ടുകളുണ്ടല്ലേ, റിയൽ, പേഴ്സണൽ ആൻഡ് നോമിനൽ. ഈ അക്കൗണ്ടുകളിലേക്ക് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓരോ ട്രാൻസാക്ഷൻസും അല്ലെങ്കിൽ ഓരോ അക്കൗണ്ടുകൾ അവിടെ തുറക്കപ്പെടുന്നത് എന്നാണ് ഈ ഗോൾഡൻ റൂൾസ് ഓഫ് അക്കൗണ്ടിങ് പറയുന്നത്. ഫസ്റ്റ് വൺ എന്താണ്? ഡെബിറ്റ് ദ റിസീവർ ആൻഡ് ക്രെഡിറ്റ് ദ ഗിവർ. അതായത് വരുന്നത് എന്താണോ വരുന്നത് അതിനെ ഡെബിറ്റ് ചെയ്യുക, എന്താണോ പോകുന്നത് അതിനെ ക്രെഡിറ്റ് ചെയ്യുക. ഇനി നമുക്ക് മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് നമുക്ക് നോക്കാം എന്താണ് ഓരോ റൂളും നമുക്ക് എന്താണെന്ന് നോക്കാം. ഓക്കെ, ലെറ്റ്സ് മൂവ് ഓൺ ടു നെക്സ്റ്റ് സ്ലൈഡ്. ഓക്കെ, ഫസ്റ്റ് വൺ ഇസ് പേഴ്സണൽ അക്കൗണ്ട് റൂള്. പേഴ്സണൽ അക്കൗണ്ടിൻ്റെ റൂൾ എന്താണെന്ന് നമുക്ക് നോക്കാം. എന്താണ്? ഡെബിറ്റ് ദ റിസീവർ ആൻഡ് ക്രെഡിറ്റ് ദ ഗിവർ എന്ന് വെച്ചാൽ എന്താണ്? റിസീവ് ചെയ്യുന്ന ആളെ എന്തായിക്കോട്ടെ, അത് റിസീവ് ചെയ്യുന്ന ആളെ ഡെബിറ്റ് ചെയ്യുക, നൽകുന്ന ആളെ ക്രെഡിറ്റ് ചെയ്യുക. എക്സാമ്പിൾ നോക്കിക്കേ.
ഇഫ് എ കസ്റ്റമർ പേയ്സ് ₹1000, 1000 രൂപ കസ്റ്റമർ പേ ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ കസ്റ്റമർ കൊടുത്ത ആളാണ്. അപ്പോൾ കസ്റ്റമർ എന്ന് പറയുന്ന ആരാണ്? ദി ക്രെഡിറ്റർ ക്രെഡിറ്റ് അല്ലെങ്കിൽ ദി ഗിവർ ആണ് കസ്റ്റമർ. അപ്പോൾ ഇഫ് എ കസ്റ്റമർ പേയ്സ് ₹1000, കസ്റ്റമർ എന്താണ് പേ ചെയ്തത് ബിസിനസ്സിലേക്ക്? എന്താണ് കിട്ടിയത്? ₹1000. അപ്പോൾ ക്യാഷാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ കിട്ടിയത് എന്താണ്? ക്യാഷിന് എന്ത് ചെയ്യുക? ഡെബിറ്റ് ചെയ്യുക. ആരാണോ കൊടുത്തത് അയാളെ നമ്മൾ എന്ത് ചെയ്യുക? ക്രെഡിറ്റ് ചെയ്യുക. ഈ കസ്റ്റമർ എന്നെഴുതിയിരിക്കുന്ന സ്ഥാനത്ത് X or Y ആകാം, ചിലപ്പോൾ അഖിലാകാം, രാഹുലാവാം, പർട്ടിക്കുലർ പേര് കൊടുക്കാം. അതുകൊണ്ടാണല്ലോ പേഴ്സണൽ അക്കൗണ്ട് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ജേണൽ എൻട്രി എങ്ങനെ വരും? ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു കസ്റ്റമർ അക്കൗണ്ട്. അപ്പോൾ പൊതുവിൽ പേഴ്സണൽ അക്കൗണ്ട്സിലേക്ക് വരുന്നത് എന്താണ്? ഡെബിറ്റ് ദ റിസീവർ, ക്രെഡിറ്റ് ദ ഗിവർ. ഇതാണ് നമ്മൾ പേഴ്സണൽ അക്കൗണ്ടിൻ്റെ ഗോൾഡൻ റൂൾ ഓഫ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഡെബിറ്റ് ദ റിസീവർ ആൻഡ് ക്രെഡിറ്റ് ദ ഗിവർ. ദാറ്റ് ഇസ് ദ റൂൾ ഓഫ് പേഴ്സണൽ അക്കൗണ്ട്. ലെറ്റ്സ് മൂവ് ഓൺ ടു നെക്സ്റ്റ് സ്ലൈഡ്. ഓക്കെ, സെക്കൻഡ് വൺ ഇസ് റിയൽ അക്കൗണ്ട് റൂൾ. റിയൽ അക്കൗണ്ട് എന്ന് പറയുമ്പോൾ എന്താണ്? ടാൻജിബിൾ റിയൽ അക്കൗണ്ടും ഉണ്ട്, ഇൻടാൻജിബിൾ റിയൽ അക്കൗണ്ടും ഉണ്ട്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. നമ്മുടെ റിയൽ അക്കൗണ്ടിൻ്റെ റൂൾ എന്താണ് പറയുന്നത്? നോക്കിക്കേ, ഡെബിറ്റ് വാട്ട് കംസ് ഇൻ ആൻഡ് ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. നമ്മുടെ ബിസിനസ്സിലേക്ക് എന്താണോ വരുന്നത്, എന്ത് തന്നെ ആയിക്കോട്ടെ, അതിനെ ഡെബിറ്റ് ചെയ്യുക. എന്താണോ പോകുന്നത് അതിനെ ക്രെഡിറ്റ് ചെയ്യുക. അപ്പോൾ ഫോർ എക്സാമ്പിൾ നോക്കിക്കേ, പർച്ചേസ് ഓഫ് മെഷീനറി ഫോർ ₹5,000. പർച്ചേസ് ഓഫ് മെഷീനറി ഫോർ ₹5,000. എന്താണ് ബിസിനസ്സിലേക്ക് വന്നത്? മെഷീനറി അല്ലേ? മെഷീനറി നമ്മൾ വാങ്ങി. അപ്പോൾ മെഷീനറി എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ആൻഡ് പർച്ചേസ് ഓഫ് മെഷീനറി ഫോർ ₹5,000. അവിടെ എന്താണ് പോയത്? നമ്മൾ കാശ് കൊടുത്ത് മെഷീനറി വാങ്ങി എന്നാണ് അവിടെ അസ്യൂം ചെയ്തിരിക്കുന്നത്. ഒരു പർട്ടിക്കുലർ ആളുടെ പേര് പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ പർച്ചേസ് ഓഫ് മെഷീനറി ഫോർ ₹5,000 ഫോർ ക്രെഡിറ്റ് എന്ന് സ്പെസിഫൈ ചെയ്തിരുന്നെങ്കിൽ അതൊരു ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ആകുമായിരുന്നു. ഒരു പർട്ടിക്കുലർ വ്യക്തിയെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുമായിരുന്നു. കടത്തിനാണ് നമ്മൾ അയാളിൽ നിന്ന് വാങ്ങിയതെങ്കിൽ. പക്ഷേ ഇവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് കൊണ്ട്, അതായത് പർച്ചേസ് ഓഫ് മെഷീനറി ഫോർ ₹5,000 എന്ന് പറയുന്നത് കൊണ്ട് നമ്മൾ ക്യാഷ് ട്രാൻസാക്ഷൻ ആണ് എന്ന് നമ്മൾ അസ്യൂം ചെയ്യും അല്ലേ? അപ്പോൾ എന്താ ചെയ്തിരിക്കുന്നത്? ഡെബിറ്റ് ചെയ്തു. ആരെ? മെഷീനറിയെ. നോക്കിക്കേ, ജേണൽ എൻട്രി നോക്കിക്കേ, മെഷീനറി അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. അതായത് ബിസിനസ്സിലേക്ക് വന്ന ആൾ മെഷീനറി, അദ്ദേഹത്തെ നമ്മൾ ഡെബിറ്റ് ചെയ്തു. എന്താണോ പോയത്, എന്ത് കൊടുത്താണോ നമ്മൾ വാങ്ങി, ക്യാഷിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്തു. ഓക്കെ, അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്, നോമിനൽ അക്കൗണ്ട് റൂൾ. നോമിനൽ അക്കൗണ്ട് റൂൾസ് എന്ന് പറയുന്നത് എന്താണ്? നോമിനൽ അക്കൗണ്ടിനകത്ത് വരുന്നത് ഡെബിറ്റ് ഓൾ ട്രാൻസാക്ഷൻസ് ആൻഡ് ലോസസ് ആൻഡ് ക്രെഡിറ്റ് ഓൾ ഇൻകംസ് ആൻഡ് ഗെയിൻസ്. അതായത് എക്സ്പെൻസുകളെയും ലോസസുകളെയും നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു. എന്നാൽ ആരെയാണ് നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നത്? ഇൻകംസ് ആൻഡ് ഗെയിൻസ് ആണ് നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നത്. എക്സാമ്പിൾ നോക്കിക്കേ, റെൻറ്റ് പെയ്ഡ് ₹500. റെൻ്റ് എന്ന് പറയുന്നത് എന്താണ്? എക്സ്പെൻസ് ആണ്. റെൻറ്റ് നമ്മൾ പേ ചെയ്തു. റെൻറ്റ് പേ ചെയ്തത് കൊണ്ടാണ് നമ്മൾ റെൻറ്റ് എക്സ്പെൻസ് ആകുന്നത്. എന്നാൽ റെൻറ്റ് റിസീവ്ഡ് എന്നായിരുന്നെങ്കിലോ അത് നമ്മുടെ ഇൻകം ആയേനെ. അപ്പോൾ ഈ പെയ്ഡ് ആണോ റിസീവ്ഡ് ആണോ എന്നുള്ളത് നമ്മൾ ഒരു ട്രാൻസാക്ഷൻ നോക്കുമ്പോൾ, റെൻ്റ് എന്ന് കണ്ട ഉടനെ നമ്മൾ എക്സ്പെൻസ് ആണെന്ന് കരുതരുത്. ഓക്കെ, റെൻറ്റ് ഈസ് ആൻ എക്സ്പെൻസ്. പക്ഷേ ഒരു ബിസിനസ്സിനെ സംബന്ധിച്ച് അത് പേ ചെയ്യുമ്പോഴാണ് എക്സ്പെൻസ് ആവുന്നത്. റിസീവ് ചെയ്യുമ്പോൾ അത് ഇൻകം ഓർ ഗെയിൻസ് ആണ് ആകുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ ജേണൽ എൻട്രി നോക്കിക്കേ, ഡെബിറ്റ് ആയിരിക്കുന്ന ആരാണ്? എക്സ്പെൻസ്. റെൻറ്റിനെ ഡെബിറ്റ് ചെയ്തിരിക്കുന്നു. എന്താണ് കൊടുത്തത്? ക്യാഷാണ് കൊടുത്തത് അല്ലേ? റെൻറ്റ് ക്യാഷായിട്ടാണ് കൊടുത്തത്. ആ ക്യാഷിനെ നമ്മൾ എന്ത് ചെയ്തു? ക്രെഡിറ്റ് ചെയ്തു. അപ്പോൾ ഇത് ജേണൽ എൻട്രി നോക്കിക്കേ, റെൻറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. അപ്പോൾ റെൻ്റ് എന്ന് പറയുന്നത് എക്സ്പെൻസ് ആണ്. നമ്മുടെ റൂള്, നോമിനൽ അക്കൗണ്ടിൻ്റെ റൂൾ എന്താ പറയുന്നത്? ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ് ആൻഡ് ക്രെഡിറ്റ് ഓൾ ഇൻകംസ് ആൻഡ് ഗെയിൻസ്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് നോക്കിയത്? നമ്മുടെ ഗോൾഡൻ റൂൾസ് ഓഫ് അക്കൗണ്ടിങ് ആണ് നമ്മൾ നോക്കിയത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തൊക്കെയാണ് റൂൾസ് എന്ന് പറയുന്നത് പറഞ്ഞേ. ഫസ്റ്റ് റൂൾ എന്താണ്? ഡെബിറ്റ് ദി റിസീവർ ആൻഡ് ക്രെഡിറ്റ് ദി ഗിവർ. സെക്കൻഡ് വൺ എന്താണ്? ഡെബിറ്റ് വാട്ട് കംസ് ഇൻ ആൻഡ് ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. തേർഡ് വൺ, ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ്, ക്രെഡിറ്റ് ഓൾ ഇൻകംസ് ആൻഡ് ഗെയിൻസ്. ഇത് 3 അക്കൗണ്ടുകളുണ്ടെന്ന് നമ്മൾ പഠിച്ചിരുന്നു. റിയൽ അക്കൗണ്ട്, നോമിനൽ അക്കൗണ്ട്
ആൻഡ് പേഴ്സണൽ അക്കൗണ്ട്. ഈ അക്കൗണ്ടുകളിലേക്ക് എത്തുമ്പോൾ എങ്ങനെയാണ് ഗോൾഡൻ റൂൾസ് ഓഫ് അക്കൗണ്ടിങ് പ്രവർത്തിക്കുന്നത് എന്ന് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.